ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി നല്ലൊരു ഇൻസ്റ്റൻറ്റ് പിസ്സ റെസിപ്പിയാണ്. മെയിനായിട്ട് പിസ്സൻ്റെ ബേസ് ഉണ്ടാക്കണ്ട, കുഴക്കണ്ട, പരത്തണ്ട, ഒന്നും വേണ്ട. ഒരു 6 പീസ് ബ്രെഡ് മതി നമുക്ക് അടിപൊളി പിസ്സ ഉണ്ടാക്കാൻ. നല്ല ഈസി റെസിപ്പിയാണ്. എന്നാൽ പിന്നെ വീഡിയോ കാണാം. ഇതിനു വേണ്ടി ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. നിങ്ങളെടുക്കുന്ന പാനിൻ്റെ വലിപ്പം അനുസരിച്ചിരിക്കും ബ്രെഡിൻ്റെ അളവ് കേട്ടോ. എനിക്കിവിടെ 6 ബ്രെഡാണ് ആയിട്ടുള്ളത്. ഇനി ഈ ബ്രെഡിൻ്റെ സൈഡ് പോർഷനൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതവിടെ മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് വേണ്ടത് 2 മുട്ടയാണ്. വേറൊരു പാത്രത്തിൽ 2 മുട്ട പൊട്ടിച്ച് വയ്ക്കാം. എന്നിട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാൻ നോക്കണം. കുറച്ച് ഓയിൽ ഒഴിച്ച് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഓരോ ബ്രെഡും മുട്ടയിൽ മുക്കി ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ബ്രെഡ് ചെറിയ ചെറിയ പീസാക്കി റൗണ്ട് ഷേപ്പിലാവുന്നത് വരെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഓരോ ഗ്യാപ്പും ഫില്ല് ചെയ്ത് നല്ല റൗണ്ട് ഷേപ്പിലാക്കി എടുക്കാം. ബ്രെഡെല്ലാം മുക്കിയിട്ട് ബാക്കി മുട്ടയുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ തന്നെ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് 2 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. അടിഭാഗം ഒന്ന് കുക്കായതിനു ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് പിസ്സ സോസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് എല്ലായിടത്തും ഇതുപോലെ ആക്കി കൊടുക്കാം. അതിന് മുകളിലായി മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ചീസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് മുകളിലായിട്ട് കുറച്ച് ഒറിഗാനോ വിതറി കൊടുക്കാം. അതിന് മുകളിൽ സവാള ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. തക്കാളിയും ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. പിന്നീട് ചില്ലി ഫ്ലക്സ് കുറച്ച് വിതറി കൊടുക്കാം. ലാസ്റ്റായിട്ട് ഒന്നും കൂടി മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും ചീസൊക്കെ ഒന്ന് മെൽട്ടായി വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈസി അല്ലേ ഉണ്ടാക്കാൻ. ഒരു പിസ്സയൊക്കെ കഴിക്കണം എന്ന് തോന്നുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ. ട്രൈ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യണേ. അപ്പോൾ പുതിയൊരു സിമ്പിൾ റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.